ഹലോ എവരി വൺ. യെസ്, നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കോളേജാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ വേർ NID. അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മെയിൻ കോഴ്സാണ് BDES വേർ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്നുള്ള കോഴ്സ്. സോ ആ കോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺലൈനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. ഓൾറെഡി അത് 3/9/2024 ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സ് എന്താണെന്ന് അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ കോളേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബെസ്റ്റ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. വേൾഡിൽ തന്നെ ടോപ്പ് 25 കോളേജിൽ ഉൾപ്പെട്ട ഒരു കോളേജാണ് നമ്മുടെ NID എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അത്രയ്ക്കും അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് ആ കോളേജിലുള്ളത്. അത്രയ്ക്കും സൂപ്പർ പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജ് കൂടിയാണ് നമ്മുടെ NID. സോ ഈ NID കോളേജുകൾ എവിടെയൊക്കെ ഉണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെയാന്ന് പറയുമ്പോൾ ആദ്യമായി ഈ NID കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദാണ്. NID അഹമ്മദാബാദ്. അതിനുശേഷം 6 കോളേജസ് ഇന്ത്യയുടെ പല പല ഭാഗങ്ങളായിട്ടുണ്ട്. വേറെ ടോട്ടൽ 7 കോളേജുകളാണ് NIDസിനുള്ളത്. അപ്പോൾ എവിടേക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NID അഹമ്മദാബാദ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഗാന്ധിനഗർ ഉണ്ട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന ആൻഡ് ആസാം. സോ ഇത്രയും സ്ഥലത്താണ് നമുക്ക് എന്തുള്ളത്, NID കോളേജുകളുള്ളത്. അതേപോലെ തന്നെ ഇത്രയും NID കോളേജുകളിൽ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ടോട്ടൽ സീറ്റ്, അതായത് 4 ഇയർ കോഴ്സാണ് നിങ്ങൾക്കറിയാം. അതായത് ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന 4 ഇയർ കോഴ്സാണ്. ലൈക്ക് ബിടെക് പോലെയുള്ള 4 ഇയർ കോഴ്സാണ്. അവിടെ നമുക്ക് ടോട്ടലി ഈ 7 കോളേജുകളിലായിട്ട് നമുക്കുള്ളത് 428 സീറ്റാണ്. അതായത് BDSന് വേണ്ടിയിട്ട്, BDS എന്ന് പറയുന്ന സമയത്ത് ബാച്ചിലർ ഓഫ് ഡിസൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ കോഴ്സിന് ടോട്ടലി വേണ്ട സീറ്റ്, ടോട്ടലുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 428 ആണ്. സോ ആ സീറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഏത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ +2 പാസ്സായാൽ മതി. +2 പാസ്സാവുക എന്ന് പറയുന്ന സമയത്ത് സയൻസ് തന്നെ പാസ്സാവണം നിർബന്ധമല്ല. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഡിസൈനിങ് ആഗ്രഹമുള്ള, ഒരു ക്രിയേറ്റീവായി ഡിസൈനിങ് ആഗ്രഹമുള്ള എല്ലാ മക്കൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു NIDയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ കോളേജുകളിൽ എത്രയും കോളേജുകളുണ്ട്, അതിൽ ബെസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന അഹമ്മദാബാദാണ്. ഈ അഹമ്മദാബാദിലുള്ള കോഴ്സസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ആർ ദർ. ഗ്രാഫിക് ഡിസൈൻ ഈസ് ദർ, product design, film and video design, furniture and interior design, glass and ceramic design, animation design, exhibition design and textile design. അത്രയ്ക്കും കോഴ്സുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സുകൾ ഉണ്ട്. ഡിസൈനിങ്ങിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സുകൾ അവിടെ ഉണ്ട്. നമ്മുടെ അഹമ്മദാബാദ് ഉണ്ട്. അത് നിങ്ങൾ നോക്കണം. അതായത് ഓരോ കോളേജുകൾ, NID തന്നെ പല പല കോളേജുകളിൽ എല്ലാ കോഴ്സുകളും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കോഴ്സുകളുമായിട്ട് ഏറ്റവും സൂപ്പറായി നിൽക്കുന്ന ഒരു കോളേജ് NID തന്നെ, അത് അഹമ്മദാബാദാണ് നിങ്ങൾ മനസ്സിലാക്കണം. സോ അവിടെ അഡ്മിഷൻ പ്രൊസീജിയർ ആയിരിക്കും പിന്നെ നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ IAS എക്സാം പോലെ തന്നെ 2 എക്സാംസ് ഉണ്ട്, പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. സോ ഈ സ്റ്റെപ്പ് 1 ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതായത് ഫസ്റ്റ് പ്രിലിംസ് എക്സാമാണ് നിങ്ങൾക്ക് നടക്കുക. സോ ഈ പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അത് നമ്മളൊരു ക്രിയേറ്റീവ് ഐഡിയ, നമുക്ക് എത്രത്തോളം ഇതിന് താല്പര്യമുണ്ട്, അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിന് പറ്റുന്നുണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ച് വെച്ചിട്ട്, അതല്ലെങ്കിൽ ഈ ഒരു ക്രിയേറ്റീവ് ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പെൻ ആൻഡ് പേപ്പർ ഡിസൈൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അതിനുശേഷം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എത്രത്തോളം അഭിരുചി ഉണ്ട് ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളൊരു കേസ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ടാവും, പ്രിലിംസ് കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, മെയിൻസ് എക്സാം ഉണ്ടാവും. സോ ഈ മെയിൻസ് എക്സാമിൽ മെയിനായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, മോഡൽസ് ആയിരിക്കും, അതായത് മോഡൽ പ്രസൻറ്റേഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ടൈപ്പ് എക്സാം ഉണ്ടാവും, മോഡൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അതിനുശേഷം അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതിലാണോ സ്പെഷ്യലൈസേഷൻ തോന്നിയത് അത് വെച്ചുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ നോക്കേണ്ടത്. സോ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് അത് പേപ്പർ ആൻഡ് പെൻ പേപ്പറാണ്, പേപ്പർ ആൻഡ് എക്സാം ആണ്. അതിനുശേഷം ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്ത് പിന്നെ മെയിൻസ് ഉണ്ട്. ആ മെയിൻസ് നിങ്ങൾ അതേപോലെ തന്നെ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, NID എന്നുള്ള കോളേജ്, വേൾഡിലെ ടോപ്പ് 25 ഉൾപ്പെട്ട NID എന്നുള്ള കോളേജിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. സോ അത്രയ്ക്കും, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, പ്ലേസ്മെന്റ് ലാസ്റ്റ് ഇയർ പോയ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 76 lakh per annum ആണ് ലാസ്റ്റ് ഇയർ ആ കോളേജിൽ നിന്ന് പോയിരിക്കുന്ന പ്ലേസ്മെന്റ്. സോ അത്രത്തോളം അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചറും ഏകദേശം 3 and 4 lakh അടുത്ത് തന്നെ എന്തുണ്ട്, 1 year വരുന്ന ഫീസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, NIDയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, അത്രത്തോളം പ്ലേസ്മെന്റ് എവിടെ ഉണ്ട്, NIDയിലുണ്ട്. സോ ആ ഒരു ഫീസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കോളേജ് കൊടുക്കുന്നുണ്ട്. അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് NID. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ BTECിൽ തന്നെ BTEC തന്നെ പോകുന്ന സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സുകൾ എടുക്കുന്നില്ലേ, അതേപോലെ തന്നെ NID തന്നെ ഡിഫറെൻറ്റ് ഡിസൈനിങ് കോഴ്സുകളുണ്ട്. ഈ ഡിസൈനിങ് കോഴ്സുകൾ എല്ലാവർക്കും പറ്റുമോ എന്ന് നോക്കുന്നതാണ് നമ്മളെ ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് എത്രത്തോളം ഇതിനോട് താല്പര്യമുണ്ട്, എത്രത്തോളം ഇത് പറ്റുമെന്നുള്ള ടെസ്റ്റ്. അതായത് എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സല്ല. ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഡിസൈനിങ്ങും ആ ഒരു ക്രിയേറ്റിവിറ്റിയും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ ഈ ഒരു എക്സാമിലേക്ക് ഇവർ ക്വാളിഫൈ ചെയ്യുക. ക്വാളിഫൈ നോക്കുന്ന സമയത്ത് നമുക്ക് പറ്റുക.
അങ്ങനെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ അതിൻ്റെ അതായത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് ഈ മാസം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം, ദാറ്റ് മീൻസ് December 3 ആണ്. December 3, 12, 2024 ഈ മന്ത് ഈ ഡേറ്റിലാണ് എന്ത് ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ആവുക. ഫസ്റ്റ് പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് 5/1/2025 അതായത് January 5-ാം തീയതി ആയിരിക്കും ഫസ്റ്റ് പ്രിലിംസ് എക്സാം. അതിനുശേഷം മെയിൻസ് എക്സാം നടക്കുക എനി ഡേ ബിറ്റ്വീൻ Saturday 26 April 2025 ടു Sunday 4 May 2025. അതായത് 26 ഏപ്രിലിനും അതേപോലെ 4 May 2025 ഇടയിലായിരിക്കും നിങ്ങൾക്ക് മെയിൻസ് എക്സാം ഉണ്ടാവുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന ഒരു പോയിന്റ്, നിങ്ങൾ ആഗ്രഹിക്കുക ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഡിസൈനിങ്ങിനൊക്കെ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ഒരു എക്സാമാണ് നമ്മുടെ NIDയുടെ. സോ ആ എക്സാമിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കുക. ഓൾറെഡി ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 3/12/2024 5-ാം തീയതിയാണ് ജനുവരി മാസം 2025 ഫസ്റ്റ് 5th ഡേ ആണ്. 5th നമ്മുടെ എക്സാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള മക്കളൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞുള്ള NID ക്യാമ്പസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ. സോ താങ്ക് യു.